அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ LEG റെവല്യൂഷൻ കപ്പിൻ്റെ റൗണ്ട് ഓഫ് 62ൻ്റെ രണ്ടാമത്തെ ലെഗിൻ്റെ ഒരു കളിയായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇന്നൊരു ടൂർണമെൻറ്റ് ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പോൾ ടൂർണമെൻറ്റ് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ എന്തായാലും ഒരു ടൂർണമെൻറ്റ് ഗെയിം പ്ലേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കളിക്കാൻ പോകുന്നത് നാഗേഷിൻ്റെ ഒപ്പമാണ്. നാഗേഷ് നമ്മുടെ കൊണ്ടോം വൈപ്പേഴ്സ് കൊണ്ടൊരു അതിൻ്റെ പേര് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലയൻറ്റ് മെമ്പറാണ്. അപ്പോൾ മൂപ്പരൊപ്പണ്ട കളി. അപ്പോൾ ഫസ്റ്റ് ലെഗ് നമ്മൾ നല്ല രീതിയിലാണ് തൂക്കിയത്. നമ്മുടെ ടീമത്തെ എല്ലാവരും ജയിച്ച് സെറ്റായിരുന്നു. ഇപ്പോൾ ഇത് സെക്കൻഡ് ലെഗാണ്. ഞാൻ വരുമ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മളെന്തായാലും ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇനി പിൻ്റെ കൂടി കളിയിട്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതെന്താവും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മുടെ നാഗേഷ് ഇതോടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് അത്യാവശ്യം കിട്ടുന്ന പ്ലെയറാണ്. ഇപ്പോൾ എന്തായാലും ആളുടെ റാങ്കിങ് കാര്യങ്ങൾ നോക്കി നോക്കാം. ഓക്കെ, ആസാം സ്റ്റാൻഡ് 699 റാങ്കിലുള്ള പ്ലെയറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം കേട്ടോ. സോ കളി എന്താവും അറിയില്ല. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ടൂർണമെൻറ്റ് മാച്ച് കളിച്ചിട്ട് എന്തായാലും ഇത് പിടയ്ക്കണം, ജയിക്കണം. വെച്ചാൽ നമ്മളെന്തായാലും ഓൾറെഡി ക്വാളിഫൈ ആയി. ഫസ്റ്റ് ലെഗിൽ തന്നെ അത്രയും കളി ജയിച്ചോണ്ട്. കാരണം സെക്കൻഡ് ലെഗിൽ നമ്മുടെ ടീമത്തെ 3 പേരായിട്ട് തോറ്റു. ഒരാൾ ജയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓൾറെഡി ക്വാളിഫൈ ആയി സംഭവം. നമ്മൾ ലീഡ് പിടിച്ചുകൊണ്ട് 1-2 പേരായിട്ട് ജയിച്ചു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള 3 പേരായിട്ടാണ് തോറ്റു. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമ്മുടെ കളി കൊണ്ട് ബാക്കിയുണ്ട്. നമ്മുടെ റിസൾട്ട് ഇതിൽ മാച്ചറാണോ വെച്ചാൽ അല്ല. എന്നാലും നോക്കി നോക്കാം. കളി എന്തായാലും പിടയ്ക്കാം. 699 നമുക്കാണെങ്കിൽ നല്ലൊരു കണ്ടൻറ്റും കിട്ടൂല എന്തായാലും കളിച്ച് പിടച്ച് കഴിഞ്ഞാൽ. സോ ഓക്കെ, റൗണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഐസ്, എന്തായാലും വന്നിട്ടുണ്ട്. ഓൻ്റെ ആണ് സ്റ്റേഡിയം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കോഡ് ഇതാ. സൗണ്ട് കുറച്ച് കുറയ്ക്കട്ടോ ഐസ്. ഓക്കെ, കക്ക വരട്ടെ. ബാക്കിയൊരു അങ്ങനെ കുഴപ്പമില്ല, അത് മതി. അപ്പോൾ നാഗേഷിൻ്റെ ടീം കക്ക, എൻ്റെ മൊത്തേ 5 അറ്റ് ദി ബാക്കാണ്. സീനാട്ടോ. എഡ്മിൽസൺ പ്ലസ് ഡ്രൈവറെ സബും കിട്ടലാണ്. ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് എന്തായാലും നോക്കി നോക്കാം കളി എന്താവുമെന്ന്. 5 അറ്റ് ദി ബാക്കാണ്. അപ്പോൾ ഗോളിൽ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കേണ്ടി വരും. അതന്നെ നടക്കുള്ളൂ. മാക്സിമം ഗ്യാപ്പ് ഉണ്ടാക്കി സ്കോർ ചെയ്യാൻ നോക്കണം. മിക്കവാറും എന്തായാലും കൗണ്ടർ അറ്റാക്ക് അടിക്കാനാണ് ചാൻസ് കൂടുതൽ. നമ്മുടെ ഉൽവർഗാനൊക്കെ വന്നിട്ട്, ഉൽവർഗാനല്ല സോറി, ബഫൺ വന്നിട്ട് രണ്ടാമത്തെ കളിയായിട്ടാട്ടോ ടൂർണമെൻറ്റത്തെ. ഓക്കെ, പന്തെടുത്ത് മുട്ട പോണ്ട്. എന്താ ഈ മെയിൻ റഫറി മാത്രം മുട്ട, ബാക്കി രണ്ടിടത്തിന് മുടിയുണ്ടല്ലോ. കുഴപ്പമില്ല. സോ ലേണിംഗ് ന്യൂ ഗെയിം പ്ലേ, പുതിയ ഗെയിം പ്ലേ ഒക്കെ വന്നുകൊണ്ടിരിക്കാൻ അതേ പേരിട്ടേക്കുന്നത്. നാഗേഷ് എന്നിട്ട് പേര്. ആൾ നൈസാണ്, നമ്മുടെ സബ്സ്ക്രൈബറാണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഓൻ്റെ ടച്ച് ഇട്ടോ. ആസാമത്തെ പ്ലെയറാണ്. ഓക്കെ, കക്കാച്ചു എഡ്മിൽസൺ പിർലോ. ഓക്കെ, പിർലോയാണ്. പിർലോ ടു എടാ പ്രസ് ഏഷ്യ കിട്ടിയില്ല. ഗുള്ളിച്ച്. ഓക്കെ, വീണ്ടും എൻ്റെ തന്നെയാണ് എഡ്മിൽസൺ. ആൻഡ്സ് ടു പിർലോ ടു കക്ക ടു റൊണാൾഡോ. ഓ ഭാഗ്യം ഗൈസ്, ഫസ്റ്റ് ടൈമിന് ഒരു ബ്ലോക്ക് വന്നു നമ്മുടെ ഇത് വയത്തിന്. ഓക്കെ, കക്ക ത്രൂ വയ്ക്കാം ടു റൂമി ടു പിർലോ. ഏയ്ഷേ, അവൻ്റെ പിർലോ ഉണ്ടോ സബ് ചെയ്ത്. ഗുള്ളി ടു മൈക്കണാണ്. ആൻഡ് ഇറ്റ്സ് കക്ക. എടാ 7-ാം മിനിറ്റിൽ തന്നെ അപ്പോൾ എടാ കക്ക നമുക്കിട്ട് പണിതറാ. കുഴപ്പമില്ല, തിരിച്ചടിക്കണം. ഓക്കെ, ബിയേര ലോഫ്റ്റ് അടിച്ചു. മെസ്സി എടുക്ക്. ഓക്കെ, നൈസ്. മെസ്സി ടേൺ എടുക്കുക അവിടെ നിന്ന്. ഓക്കെ, നൈസ് ഡ്രിബിളിങ്. ഓക്കെ, പാസ് ടു ഏഷ്യ. റൂമിലേക്ക് എത്തിയില്ലടാ. എഡ്മിൽസൺ റൊണാൾഡോ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഏഷ്യ പിർലോ. എടാ ഇടുക്ക് പിർലോ. ഓക്കെ, നൈസ് വൺ. തൂറം ടു കക്ക. ത്രൂ ബോൾ ടു മെസ്സി ടു ഏഷ്യ. റൂമിലേക്ക് എത്തിയില്ല. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. തൂറം ടു മെസ്സി ടു ഓക്കെ റൂമി. ഓക്കെ, തൂറം. എടാ ശേ, പാസ് കണക്റ്റ് ആയില്ല. പിർലോ ആൻഡ് ഇറ്റ്സ് കക്ക ടു റൊണാൾഡോ ടു കാർലോസ്. എൻ്റെ അളിയ റൊണാൾഡോ പോണു. ഓക്കെ, റൊണാൾഡോ ആണ്. ടാക്കിൾ ചെയ്ത് നോക്കാം. പെനാൾട്ടിയാ. ഷേ, ലോങ് ടാക്കിൾ ഉണ്ട് സെലിബിക്ക്, പക്ഷെ റീച്ചിലല്ലായിരുന്നു. റൊണാൾഡോ അപ്പം തന്നെ പന്ത് തട്ടി കയറും ചെയ്തു. എന്തായാലും ഗായ്സ് പെനാൾട്ടി ആണ് ടോന്. എന്താവുന്നാവോ. ഷേടാ, ലെഫ്റ്റിക്ക് അടി, ഓൺ റൈറ്റിക്ക് അടിക്കുകയും ചെയ്ത്. ഇറ്റ്സ് 2-0 ഗൈസ്. ആകെ 2 ലീഡാട്ടോ. ഷേ,
ഓക്കെ വിയേറ എൻ്റെ അളിയ. ഓക്കെ റൂമിച്ച് റൊണാൾഡോ തിരിച്ചടിക്കണം അല്ലേ ശരിയാവില്ല. ഓക്കെ ഗുള്ളിച്ച്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. റൊണാൾഡോ ത്രൂ വയ്ക്കാം. ഓക്കെ എഡ്മിൽസൺ ഇന്റർസെപ്ഷൻ. ഓക്കെ എഡ്മിൽസൺ ആൻഡ് ഇറ്റ്സ് പിർലോ ടു കാർലോസ് ആൻഡ് റൊണാൾഡോ ടു കാർലോസ് എൻ്റെ അളിയ. റൊണാൾഡോ ബാക്ക് എന്താ ഇത് പടക്കോ. ഓക്കെ ഗുള്ളിച്ച്. ഇവിടെ 23 മിനിറ്റ് ആയുള്ളൂ. 3 ഗോളിന് പുറകിലാണ്ടാ അളിയ. ഗൈസ് റൂമി ടു വിയർ തിരിച്ചടിക്കല്ലേ ശരിയാവില്ല. ലോഫ്റ്റ് അടിച്ചു കക്കാച്ചു റൊണാൾഡോ ടേൺ എടുക്ക് ആൻഡ് ഇറ്റ്സ് കക്കാച്ചു പിർലോ ടു മെസ്സി. ഡബിൾ ടച്ച് അടിക്കാം. മെസ്സി വെർഗോമിയുടെ ബ്ലോക്ക് ആൻഡ് ഇറ്റ്സ് പിർലോ. ബ്ലോക്ക് വന്നറ അവിടെ. ആൻഡ് ഗുള്ളിച്ച് ടു കക്ക എടാ ആൻഡ് റൊണാൾഡോ. ഇതെന്താ ബാക്ക് ഇങ്ങനെ പൊട്ടാണ്. 4-0 30 മിനിറ്റ് ആയിട്ടില്ല എൻ്റെ പൊന്നേ. വിയേറ ആൻഡ് ഇറ്റ്സ് റൂമി ടു കക്ക എടാ. വീണ്ടും ഓനെടുത്തു. ഗുള്ളിച്ചു കക്ക ഒക്കെ എടാ. ഇത് എന്തത് എടാ ബാക്ക് എന്താ ഇങ്ങനെ പൊട്ടണേ. ഓക്കെ റൂമി. ഓക്കെ ഭാഗ്യമുണ്ട്. തുറാമ അടിച്ച് കളഞ്ഞു. ബാക്ക് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ടോ. ഓക്കെ ഓനെന്താ പോസ് ചെയ്തിക്കണേ. കേട്ടോ. ഞാനല്ലേ ശരിക്കും പോസ് ചെയ്യണ്ട്. ഓൻ സഹതാപം തോന്നുന്നുണ്ട്. ഓനിൻ്റെ സബ്സ്ക്രൈബറാണേ. ഗൈസ് മൈക്കണാണ്. ഓക്കെ കക്ക ലോഫ്റ്റ് അടിച്ചു. ഭാഗ്യമുണ്ട്. ഇപ്പം അടുത്ത് കിട്ടിയായിരുന്നു. ഭാഗ്യം പുറത്ത് പോയി നന്നായിട്ട്. അല്ലേ പണി വാളിയായിരുന്നു. എന്തായാലും ലോഫ്റ്റ് അടിച്ചു. മെസ്സി വെച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സി എടുത്തേ. എന്താ കാണിക്കണ മെസ്സി. എന്താ പ്ലേയേഴ്സൊന്നും വെയ്യാണ്ടായോ. ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ നമുക്കൊക്കെ. ഡിഡിയാണ് ഗോളിട്ടോ അവൻ്റെ. നമ്മൾ ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യണ്ടേ. ഓക്കെ കക്ക ഇടിയതേ. ഓൻ തന്നെ എടുത്ത് എഡ്മിൽസൺ. നമ്മളെടുത്തിട്ട് പിർലോ ടു മെസ്സി. ഓക്കെ മെസ്സി ടു പിർലോ ടു റൊണാൾഡോ ടു പിർലോ. ഓക്കെ ത്രൂ ബോൾ ടു റൊണാൾഡോ എടാ. അവിടെ പെർഡിയുടെ ഇന്റർസെപ്ഷൻ. ഓക്കെ കക്ക ടു റൊണാൾഡോ. ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ആൻഡ് റൂമി ടു മെസ്സി ടു പിർലോ ടു മെസ്സി ടു പിർലോ. ഓക്കെ അടുപ്പിച്ച് നോക്കാം. വീണ്ടും ബ്ലോക്കാണ്. കക്ക എഡ്മിൽസൺ ആൻഡ് ഇറ്റ്സ് ടു പിർലോ. ഗുള്ളിച്ച് ടു മൈക്കൺ. ഓക്കെ മൈക്കൺ ടു റൊണാൾഡോ. അളിയ ബാക്ക് നല്ല രീതിയിൽ പൊട്ടുണ്ട്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിർലോ. ഗൈസ് ഫസ്റ്റ് ഹാഫ് 4-0 വൺ സൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അവ അടിച്ച ഒക്കെ കയറിയ ഒന്നും പറയാനില്ല. എൻ്റെ ബാക്ക് പടക്കം പൊട്ടണ പോലെ പൊട്ടണ്. നമ്മൾ ആകെ 2 ഷോട്ട് അടിച്ചു. 2ഉം ബ്ലോക്ക്. അവൻ്റെ ഗോളിന് ടെസ്റ്റ് ചെയ്യാനോടും പറ്റിയില്ല. എന്തായാലും സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം. നിർഗുണമായ കളിയാണ് കളിക്കുന്നത്. തേങ്ങയുടെ കൂടുതൽ എന്ത് പറയുന്നത്. റൂമി ടു വിയേറ. ഓക്കെ പാസ് കളിക്കാം. റൂമി ആൻഡ് റൊണാൾഡോ ത്രൂ ടു കക്കയാണ് ആൻഡ് ത്രൂ ബോൾ ടു ബെയിൽ. ഓക്കെ ഒരു ക്രോസ് റൊണാൾഡോ അത് പോയി. പിർലോ എഡിയത്. ഓക്കെ ഗുള്ളിച്ച് ആൻഡ് ഇറ്റ്സ് കക്ക ടു റൊണാൾഡോ ടു കാർലോസ്. എടാ എൻ്റെ പൊന്നെ റൊണാൾഡോ. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിൻ്റെ മാൾഡീനി ആൻഡ് ഇറ്റ്സ് തൂറാം ടു പിർലോ ടു കക്ക ടു റൂമി ടു പിർലോ. പിർലോ ടു മെസ്സി ടു പിർലോ. ഓക്കെ പിർലോ ആൻഡ് ഇറ്റ്സ് വിയേറ ത്രൂ ബോൾ ടു ബെയിൽ. ഓക്കെ പാസ് ടു റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് കക്ക ത്രൂ വയ്ക്കുക. റൊണാൾഡോ അടുപ്പിച്ച് നോക്കാം. റൊണാൾഡോ എടാ അത് സേവ് ഇട്ട് അടിക്കും. റൂമി നല്ലൊരു ചാൻസ് ആയിരുന്നടാ. ഹെഡി സെലിബെഡി. ഓക്കെ പിർലോ ത്രൂ വയ്ക്കാം ആൻഡ് ഇറ്റ്സ് റൂമിങ്. പാസ് ടു പിർലോ. ഓക്കെ ഫേക്ക് ഇടാം. അടുപ്പിച്ച് നോക്കാം. അവിടെ എഡ്മിൽസൻ്റെ ഇന്റർസെപ്ഷൻ. ഓക്കെ എടാ തമാശ കളിക്കല്ലേ. ഇറ്റ്സ് പിർലോ ആൻഡ് ഇറ്റ്സ് മൈക്കൺ. ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് വഴങ്ങാണ്ട് ഓക്കെ മാക്സിമം മുത്തേ. ഓക്കെ സാലിബ ത്രൂ ടു കക്ക ടു റൊണാൾഡോ ടു കക്ക പിർലോ. അയ്യോ ഭാഗ്യം. ഓക്കെ പിർലോ ടേൺ എടുക്കാം. റൂമി ഷെടാ വീണ്ടും ഇന്റർസെപ്ഷൻ റിയോൻ്റെ. ആൻഡ് പിർലോ ടു മൈക്കൺ ടു ഗുള്ളിച്ചാണ്ടോ. ഗുള്ളിച്ച് ഫേക്കിട്ട് കയറണ്ടാ. ഗുള്ളിച്ച് ക്രോസ്. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബഫൺ കണ്ണെന്നൊക്കെ മുന്നിച്ച് പറക്കണടാ. ബഫൺ ടു ഹെഡി റൊണാൾഡോ ടു ലിയ കക്കയുണ്ടോ. കക്ക ലോഫ്റ്റഡ്. ഭാഗ്യമുണ്ട്. ഗുള്ളിച്ചിൻ്റെ തലയുണ്ടല്ലോ. മൈക്കണാണ്. അവിടെ രക്ഷപ്പെട്ട്. എടാ 4 എണ്ണടാ കിട്ടിയേക്കണ്. പുല്ല്
എന്തായാലും നമ്മുടെ ഔട്ടാണ് കേട്ടോ. സോ നമുക്ക് മോളിക്ക് കൊടുക്കാം, മോളിക്ക് വെക്കാം. ഹെഡ് അടിക്ക് റൊണാൾഡോ റൂമിക്ക് വെക്കി. ഓക്കെ റൂമി, അതും കൊടുത്തറ ബെർഗോമിയാണ്. ആൻഡ് ഇറ്റ്സ് ഗുള്ളിച്ച് ടു മൈക്കൺ ടു ഗുള്ളിച്ച് ടു കക്ക. 5 എണ്ണായടാ, ഇത് എന്താടാ ഇത് 5 എണ്ണോ? ബാക്ക് എന്താ ഇങ്ങനെ പൊട്ടണേ? ഒന്നും പറയാല്ല എടാ. ബാക്ക് എൻ്റെ പൊന്നളിയ, ഒന്ന് റീബിൽഡ് ചെയ്തിൽ ശരിയാവില്ല കേട്ടോ. അളിയ നല്ല കിട്ടലുണ്ട്. ബെയിലെടുക്ക് ടു കക്ക ആൻഡ് ഇറ്റ്സ് ബെയിൽ ടു ഓക്കെ മാൾഡീനി ആൻഡ് ഇറ്റ്സ് ബെയിൽ ടു പിർലോ കക്ക റൊണാൾഡോ ആൻഡ് ഇറ്റ്സ് ഫുള്ള് പണിപോക്ക് കളി കേട്ടോ. അയ്യോ കക്ക എൻ്റെ അളിയ പിർലോ. എടാ ആറൊന്നും മേടിക്കില്ല, ഇത് ബ്രസീലാവൂല ഇങ്ങനെ പോവാൻ. ഞാൻ ബ്രസീൽ ഫാനായ ഞാൻ ഇതിനായിട്ട് ഇവനെ കണക്കിട്ട് വരേണ്ടി വരും. പിന്നെ കക്ക ആൻഡ് ഇറ്റ്സ് ബെയിൽ ത്രൂ ബോൾ ടു പിർലോ ഫാസ്റ്റ് റൊണാൾഡോ. ഡബിൾ ടച്ച് വന്നില്ലടോ. ഗൈസ് ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. ക്ഷമിക്കണം ഗൈസ്, കളി കയ്യിന്ന് പോയി ഫുള്ള്. എന്തായാലും നമുക്ക് 6 അടിക്ക് കൊണ്ടുവരാം. പ്ലേസിനെ കേളി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ചെയ്യടാ, അതേ ഒരു ഗോൾ അടിക്കടാ. എടാ ആശ്വാസ ഗോളും ഇല്ല, ബ്രസീൽ ആശ്വാസ ഗോളെങ്കിലും അടിച്ചറ. എൻ്റെ അളിയ പിർലോ ലോഫ്റ്റഡാണ് ബെയിൽ ഹെഡ് ചെയ്തേ. ഓക്കെ പിർലോ. അപ്പോൾ ഗൈസ് 5-0 അവനെ കുടിച്ചു മൂടിയിട്ടുണ്ട്. വേറൊന്നും പറയാനില്ല. ടോപ്പ് ക്ലാസ് പ്ലെയർ ഫ്രം നാഗേഷ്. 5 ഷോട്ട് അടിച്ചല്ലോ, 5ഉം ഗോളായി. അതാണ് അവൻ്റെ സെൻസേഷൻ. നമ്മൾ 4 ഷോട്ട് അതിൻ്റെ പകുതി ഇതായി പോയി. ഒന്നും ടാർഗറ്റ് കയറിയില്ല, ആകെ ഒരു ടാർഗറ്റിൽ അടിച്ചുള്ളൂ ശരിക്കും. ബാക്കിയെല്ലാം ഡിഫ്ലക്ഷനാണ്. കൊലമൂഞ്ച കളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ പിന്നെ റയൽ മാഡ്രിഡ് നമ്മുടെ ടീമിനടക്കം 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷയമുള്ളതായിരുന്നില്ല. കക്കയുണ്ട് മാൻ ഓഫ് ദി മാച്ച്. കക്കന്നെ ലാസ്റ്റ് ചതിച്ച്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു അവൻ്റെ, ഒന്നും പറയാനില്ല. നമ്മുടെ സൈലിബിയാണ് ആകെ പെർഫോം ചെയ്ത്. വെയിലൊക്കെ അപ്പോൾ എന്ത് പെടേട്ടാ. അത് പിന്നെ ഞാൻ ക്വിക്ക് കൗണ്ടർ ആയിട്ടാണ് മെയിനായിട്ട് ഹൈലൈറ്റ്സ് കാണിച്ചാൽ. ഇത് ഫസ്റ്റത്തെ കക്കയുടെ ഗോള് അത്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റിൽ നോക്കേണ്ടതായിരുന്നു ബഫൺ. അത് ബഫൺ എന്തോ ചെയ്ത് ഇതായി. അതവിടെ മൈക്കൻ്റെ നല്ലൊരു അസിസ്റ്റ്, കക്കയുടെ നൈസ് ടാപ്പിൻ. രണ്ടാമത്തിന് പെനാൽറ്റി, അതിന് ഞാൻ മേടിച്ച് വെച്ച പെനാൽറ്റിയാണ്. അതുകൊണ്ട് പിന്നെ ഒന്നും പറയണില്ല, എൻ്റെ പ്രശ്നമാണ്. സിമ്പിളായിട്ട് വന്ന് അവൻ ഗോൾട്ട് പോയി. ഇനി ഇത് മൂന്നാമത്തെ ഗോള് ഗുള്ളിച്ചിൻ്റെ ഗോൾ എങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് കട്ട് ബാക്ക് എങ്ങനെയായിരുന്നു? അതന്നെ ഇവിടെ ആയിരുന്നു പ്ലെയർ. നല്ല കിട്ടൽ നല്ല പൊട്ടൽ കിട്ടി. കണ്ണ് അവിടെ തുടച്ചിരിക്കുന്ന ഭാഗമുള്ളൂ മുത്തേ. ഇതിന് ക്രിസ്ത്യാനോയുടെ ഗോള്. കക്ക് ക്രിസ്ത്യാനൊക്കെ വെച്ച് എല്ലാം ഫസ്റ്റ് പോസ്റ്റ് കൂടെ അല്ലേ കയറിന്. എല്ലാം ഫസ്റ്റ് പോസ്റ്റ് കൂടെ അടിച്ച് കയറിക്കണം. ഫസ്റ്റ് പോസ്റ്റ് വഫൻ്റെ വീക്ക്നെസ് ആണോ ഇനി എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഡിഫൻസിൻ്റെ വീക്ക്നെസ് ഉണ്ട്, അതില്ല എന്നല്ല. ഇത് കക്കട എങ്ങനെയായിരുന്നു കയറി? കക്കട വെക്കാൻ പോസ്റ്റില്ല. അത് പിന്നെ കേള ഔട്ട് സൈഡ് കയറില്ല. കക്കന്നെ ജയിക്കും വിചാരിച്ചില്ല, ബാക്കി ജയിച്ചാലും. പെട്ട ഗോൾ. എൻ്റെ ഡിഫൻസ് ഭയങ്കര മൂഞ്ചലായിട്ടോ. അയ്യോ കുറേ ആൾ കളിക്കാണ്ട് നിന്നിട്ടേ. എന്തായാലും ഗൈസ് ആട്ടപ്പെട്ടെല്ലാം മൂഞ്ചിയുണ്ട് കളി, ഒന്നും പറയാനില്ല. നല്ല മൂഞ്ച കളിയായിരുന്നു. ഒന്നും പറയാനില്ല, ഭയങ്കര മോശം കളി. എൻ്റെ ടീം ജയിച്ചുകൊണ്ടിരിക്കും ഭാഗ്യം. ടീം ഓൾറെഡി ക്വാളിഫൈ ആയി, അടുത്ത റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചതിൻ്റെ അവസ്ഥ. 5-0 അവനെ നാശിച്ച്. നാഗേഷ് ഈസ് അവർ സബ്സ്ക്രൈബർ. ബായ് തോടാ ആറാംസേ മാറോ. ഇങ്ങനെയൊക്കെ തല്ലിയതാവൻ. കുഴപ്പമില്ല. മെയിനായിട്ട് ഇപ്പോൾ ലൈവ് ഇടാറില്ല. നിങ്ങൾക്ക് പിന്നെ എൻ്റെ കളി അറിയണതാണല്ലോ. മെയിനായിട്ട് ലൈവ് ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല തീരെ. പ്ലെയർ റിവ്യൂവിന് വേണ്ടി ഒരു പ്ലെയറെ വെച്ച് ഇങ്ങനെ പൂത്തി കളിക്കാനേ ആകുള്ളൂ. ടീം പ്ലേക്ക് എന്തായാലും മറന്നു പോയിടാ. ആകെ റിവ്യൂവിന് വേണ്ടി ഇപ്പോൾ കളിക്കും. ആകെ റാങ്ക് പുഷ് കാര്യങ്ങളൊന്നുമില്ല. അവിടേക്കാണ് ടാസ്ക്. ഇനി മെല്ലെ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എന്തായാലും ഇനി ലൈവ് ഡെയിലി ഇടാൻ പോവുക, അല്ലാണ്ട് ശരിയാവില്ല. പണ്ടത്തെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഒന്ന് റീബിൽഡ് ചെയ്യാൻ ടൈം എടുക്കും. നോക്കുങ്ങൾ 5-0 സ്കോറ്. 5-0 എൻ്റെ കരിയറിലെ ബിഗ്ഗസ്റ്റ് ലോസ് വന്നിട്ടുണ്ട് ടൂർണമെൻറ്റത്തെ. അതെ ബിഗ്ഗസ്റ്റ് ലോസ് തന്നെ. 5 എണ്ണേ. എന്തായാലും റീബിൽഡ് ചെയ്തെടുക്കണം കളിയൊക്കെ. കഴിഞ്ഞ ആഴ്ച മറ്റേ EF കണക്റ്റ് ആയിട്ട് അതെ 3-0. അത് പിന്നെ 2 കളി, പിന്നെ ഒരു കളി 6-1 ഞാൻ ജയിച്ചു, 5-2 ജയിച്ചു. 3 കളി കളിച്ചു ടോട്ടല്. എന്നാലും അവൻ്റെ ഒപ്പം ഞാൻ 3 എണ്ണം വഴങ്ങി. അന്ന് എനിക്ക് ഒരു ഡിഫൻസ് ഒരു പാളിച്ച തോന്നിയതാ. എന്തുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഒരു കോമ്പറ്റീറ്റീവ് കളി കളിക്കണ പോലെ കളിച്ച് കിട്ടുന്നുണ്ട്. 5 എണ്ണം കിട്ടിയതിന് എളുപ്പമല്ലടാ.
ഭയങ്കര മോശമാണ്. എന്തായാലും ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മെയിനായിട്ട് ഈ പ്ലെയർ റിവ്യൂ ചെയ്യുമ്പോൾ ഒരു പ്ലെയറിനെ മാത്രമേ എനിക്കറിയില്ല, ഞാൻ വെറുതെ പൂത്തി ഡ്രിബിൾ ചെയ്ത് കളിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് ടീം പ്ലേയുടെ ആ കണക്ഷൻ അങ്ങോട്ട് വിട്ടുപോയി. കാരണം കുറേ കാലമായാലും നമ്മൾ ഇങ്ങനെ കളിച്ചിട്ട് ഭയങ്കര മോശമാണ്. എന്തായാലും ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. എന്തായാലും കണ്ടൻറ്റ് എന്തായാലും വരും കേട്ടോ. അത് നമ്മൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ കണ്ടൻറ്റ് ഇടുക, വേറെ കാര്യം. അത് സെറ്റാക്കി നമുക്ക് അത് പേടിക്കണ്ട. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമായിക്കുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു ഉയർത്തലിനെ കൂടി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബായ്.